ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ ബിന്ദു വേൾഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാനിന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്ന വീഡിയോ ചീരച്ചേമ്പ് അഥവാ ഇരച്ചേമ്പെന്നോ സുന്ദരിച്ചേമ്പെന്നൊക്കെയാണ് നമ്മുടെ നാട്ടിൽ ഇതിന് പറയപ്പെടുന്ന പേര്. ഞങ്ങൾ കൂടുതലും ഉപയോഗിക്കുന്ന പേര് ചീരച്ചേമ്പെന്നാണ്. നിങ്ങളുടെ നാട്ടിൽ എന്താണ് ഈ ചേമ്പിന് പറയുന്നതെന്ന് പറയണേ കൂട്ടുകാരെ. ഇതിന് വിത്തൊന്നും ഉണ്ടാവത്തില്ല. ഇത് തൈ ഇങ്ങനെ പൊട്ടി പൊട്ടി കിളിച്ച് പോവത്തേ ഉള്ളൂ നമ്മൾ എവിടെയെങ്കിലും ഒന്ന് നട്ടാൽ. അത് തോരൻ വെക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിന്റെ തണ്ടും ഇലയും ഭക്ഷ്യയോഗ്യമാണ്. അപ്പം ഇത് പിന്നെ കൈ കൊണ്ട് തൊട്ടാലൊന്നും ചൊറിയൊന്നുമില്ല. നമുക്ക് അരിയുമ്പോഴൊന്നും ചൊറിയത്തൊന്നുമില്ല, കൈയൊന്നും ചൊറിയത്തില്ല. നല്ലൊരു കറി വെക്കാൻ പറ്റിയ നല്ലൊരു ഭക്ഷ്യവിഭവമാണ്. ഞാനതിൻ്റെ സ്കിന്നൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുക്കുകയാണ്. അതുപോലെ ഇലയും തണ്ടിൽ നിന്ന് വേർതിരിച്ച് എടുത്തിട്ടുണ്ട്. ഇത് കഴുകി വൃത്തിയാക്കി ചെറു കഷ്ണങ്ങളാക്കി ഞുറുക്കി എടുക്കാം തോരന് വേണ്ടിയിട്ട്. ചീരച്ചേമ്പ് കറി വെച്ച് ഭക്ഷിക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഹൃദയ ആരോഗ്യം സംരക്ഷിക്കാനും ദഹനശേഷി കൂട്ടാനും ശരീരത്തിനാവശ്യമായ വിറ്റാമിനുകളും നാരുകളും നൽകാനും ഒക്കെ ഏറെ സഹായിക്കുന്നുണ്ട്. അപ്പം തോരൻ വെക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ അരപ്പിന് വേണ്ടിയിട്ട് ഞാനാണെങ്കിൽ അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്, ഒരു 10-15 അല്ലി ചുമന്നുള്ളി, 3 വെളുത്തുള്ളി വലിയ കഷ്ണമാണ്, അതുകൊണ്ട് 3 കഷ്ണം എടുക്കുന്നുള്ളൂ. കൂടെ തന്നെ ഒരു 10-20 കാന്താരി ഉണ്ടല്ലോ, അത് എരിവിനാവശ്യമായി അതുകൂടെ എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്ത് കൊണ്ടുവരാം. കൂടെ തന്നെ ഒരു ചെറു കഷ്ണം പുളി കൂടി എടുത്തിട്ടുണ്ട്, ചെറിയ പിഴിപുളി, അതും കൂടെ ഒന്ന് ക്രഷ് ചെയ്ത് കൊണ്ടുവരാം. എന്നിട്ട് നമ്മളാണെങ്കിൽ ഒരു തോരൻ വെക്കാൻ വേണ്ടിയിട്ട് ഒരു ചട്ടി അടുപ്പി വെച്ചിട്ടുണ്ട്. അതിൽ 2 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായി വന്നപ്പോൾ അതിനകത്തോട്ട് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുകയാണ്. കടുക് ഒന്ന് പൊട്ടി വന്നപ്പോഴത്തേക്ക് അതിനകത്തോട്ട് ഒരു 1/2 ടീസ്പൂൺ നല്ല ജീരകം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതെന്താണ് ചേർത്ത് കൊടുത്തതെന്ന് വെച്ചാൽ, ഞാൻ ഇത് തൊമര കൂടി ഇടുന്നുണ്ട് കൂട്ടുകാരെ. തൊമരപ്പരിപ്പ് കൂടി ഇട്ടാണ് ഈ ചീര തോരൻ വെക്കുന്നത്, അതുകൊണ്ടാണ് ഇതിട്ട് കൊടുത്തത്. അല്ലെങ്കിൽ ഇലക്കറി മാത്രമാണെങ്കിൽ ഞാൻ ജീരകം ചേർക്കാറില്ല. കൂടെ തന്നെ 2 തണ്ട് കരിയാപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതൊന്ന് മൂത്ത് വന്നപ്പോൾ അതിനകത്തോട്ട് നമ്മൾ അരിഞ്ഞ് മാറ്റി വെച്ചിരിക്കുന്ന ചീരയുടെ തണ്ടും ഇലയും കൂടെ ഇട്ട് കൊടുക്കുകയാണ്, ചീരച്ചേമ്പിൻ്റെ. അതുകൂടി ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് ഇളക്കി വഴറ്റി എടുക്കാം. അതൊന്ന് ഒരുവിധം വഴണ്ട് വന്നപ്പോൾ അതിനകത്തോട്ട് നമ്മൾ അരച്ച് മാറ്റി വെച്ചിരിക്കുന്ന അരപ്പ് കൂടി ഇട്ട് കൊടുക്കാം. അരപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ട് ഇത് നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ച് എടുക്കാം. അപ്പം അരപ്പും ഇലയും കൂടെ നമുക്ക് ചോനൊന്ന് ഇളക്കി കൊടുക്കാം. കൂടെ തന്നെ പരിപ്പ് ഞാൻ വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് പരിപ്പൊക്കെ അവരവരുടെ ആവശ്യത്തിന് എത്ര വേണ്ടിയെന്ന് വെച്ചാൽ അത് നമ്മൾ ചേർത്ത് കൊടുക്കുക. അതൊക്കെ ടേസ്റ്റിന് വേണ്ടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ ഞാനാണെങ്കിൽ ഇപ്പോൾ ഒരു 1/2 ഗ്ലാസ് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അതുകൂടി ഇതിൻ്റെ കൂടെ ഒരു 1/2 വേവിട്ടായിരുന്നു വേവിച്ചെടുത്ത് മാറ്റി വെച്ചിരുന്നത്. അതുകൂടി ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് എടുക്കുകയാണ്. കൂടെ തന്നെ ആ മിക്സിയുടെ ജാറുകൂടെ ഒന്ന് ഒരു 1/4 ഗ്ലാസ് വെള്ളത്തിൽ കഴുകി അതുകൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇനി ഇതൊന്ന് അടച്ചു വെച്ച് ആവി കയറ്റിയെടുക്കാം. അപ്പോൾ ഉപ്പിടാം, ഇച്ചിരിയും കൂടെ ഉപ്പിൻ്റെ കുറവുണ്ട്. അപ്പോൾ ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് അതൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്കിതൊന്നൊരു 10 മിനിറ്റ് നേരം ഇതൊന്ന് അടച്ചു വെച്ച് ഒന്ന് ആവി കയറ്റി എടുക്കാം. ഇപ്പം 10 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. ഞാനൊന്ന് അടപ്പ് തുറന്ന് നോക്കി. അപ്പോൾ ചീരയിൽ നിന്നുള്ള വെള്ളമൊക്കെ നമ്മൾ വെള്ളം ഒഴിച്ചായിരുന്നു, ഇച്ചിരി ചൂനൊന്ന് വെള്ളമൊക്കെ വന്നിട്ടുണ്ട്. ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുത്ത് അടുക്കി പിടിക്കാതെ ഇളക്കി കൊടുത്ത ശേഷം വീണ്ടും അടച്ചു വെച്ച് ഒന്ന് ആവി കയറ്റിയെടുക്കുക. ഇനി ഒരു 5 മിനിറ്റ് കൂടെ വെന്താൽ മതി, അപ്പോഴത്തേക്ക് റെഡിയാവും. ഇപ്പം തോരനെല്ലാം വെള്ളമെല്ലാം വറ്റി ഇവിടെ എല്ലാം വെന്ത് റെഡിയായി വന്നിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു തോരനാണ് കൂട്ടുകാരെ. കൂടെ തന്നെ ഞാൻ 1 ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്.
എന്നിട്ട് അതൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്താൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള തോരനാണ് കൂട്ടുകാരെ. ഈ തോരൻ നമ്മൾ കഴിക്കുന്നത് തോരനായിട്ടോ കറിയായിട്ടോ എങ്ങനെ വേണമെങ്കിലും ഇത് കഴിക്കാം. രക്തക്കുഴലുകളുടെ ആരോഗ്യം സംരക്ഷിക്കാനും രക്തസമ്മർദ്ദം കുറയ്ക്കാനും അതുപോലെ നാരുകളൊക്കെ ധാരാളം ഉണ്ടായതുകൊണ്ട് പിന്നെ ദഹനം മെച്ചപ്പെടുത്താനൊക്കെ നല്ലതാണ്. അപ്പോൾ എൻ്റെ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണേ കൂട്ടുകാരെ. ആദ്യമായി കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബിൻ്റെ അടിയിൽ ഒരു ബെല്ല് വരും. ബെല്ലിലൊന്ന് ടച്ച് ചെയ്യുമ്പോൾ താഴെ ആളെന്ന ഓപ്ഷൻ വരും, അതിലൂടെ ഒന്ന് ടച്ച് ചെയ്യണേ കൂട്ടുകാരെ. അപ്പം ഞാനിടുന്ന വീഡിയോയുടെയൊക്കെ ഈ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനടി ലഭിക്കുന്നതായിരിക്കും. ലൈക്ക് ചെയ്യുമ്പോൾ ഹൈപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കൂടിയുണ്ട്, അതോടൊന്ന് ടച്ച് ചെയ്യണേ കൂട്ടുകാരെ. അപ്പോൾ ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എൻ്റെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീണ്ടും പുതിയൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും ബായ്.